ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരുമോ, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരെടുക്കുന്ന ഒരു തീരുമാനം എന്താണ്, അതോടൊപ്പം തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസിഷൻ എന്താണ്, അവരെന്ത് ഡിസിഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, എന്തെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാനായിട്ട് അവർ ആലോചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പോകാനായിട്ടാണോ അവർ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തീരുമാനം, ഡിസിഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവരെടുക്കുന്ന ആ ഒരു ഡിസിഷൻസ് എന്തൊക്കെയാണ്, അവരുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നമുക്കിവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ്, 4 ഓഫ് വൺസ് റിവേഴ്സ്, ഏജ് ഓഫ് സോഡ്സ്, സ്ട്രെങ്ത് കാർഡ്, 2 ഓഫ് വൺസ്. ഓക്കെ, ഫയർ എനർജീസ് ഇത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫയർ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. 10 ഓഫ് വൺസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റിക്കിൾസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെന്ന വ്യക്തി എപ്പോഴും ഒരേ രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണാൻ സാധിക്കുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണർ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെന്നി കളിക്കുന്ന രീതിയിൽ നിൽക്കുന്ന, പോവുക വരിക എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം വീണ്ടും ഇങ്ങനെ അവർ പോയതിനു ശേഷം വീണ്ടും അവർ തിരിച്ച് വന്നിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ ഒരു തിരിച്ച് അവരെ കൊണ്ടുവരാൻ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എഫേർട്ടൊക്കെ എടുത്തിട്ടുള്ളത് കൂടുതലായിട്ടും നിങ്ങൾ തന്നെയാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പോയി ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു, അങ്ങനെ പിന്നീട് തിരിച്ച് നിങ്ങളൊരു എഫേർട്ട് ഇട്ട് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് കിട്ടുന്ന ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ. ഇപ്പോൾ ഈ ഒരു സമയത്തും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരു നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടും പറയാനായിട്ട് വരുന്നത്, നിങ്ങൾ എപ്പോഴാണോ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തിയത്, ആ ഒരു സമയം മുതലും ഈ ഒരു വ്യക്തിക്ക് പല പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അവർ പല കാര്യങ്ങൾക്കും നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ അവരുടെ ചിലപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാകാം. അതായിരിക്കും നിങ്ങളെ ഇങ്ങനെ പരസ്പരം അട്രാക്ട് ചെയ്ത് നിർത്തുന്നത്. ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ട് തന്നെയായിരിക്കാം. ഇത് വഴക്കുണ്ടാക്കി പോയാലും വീണ്ടും അത് തിരിച്ചൊരു റീയൂണിയനിലേക്കും ന്യൂ സ്റ്റാർട്ടിലേക്കൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്ന പേഴ്സൺ അവർക്ക് ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്ത്, ഒരു അമ്മയെ പോലെ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പല പല കാര്യങ്ങളുണ്ടാകും, അവർ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളിൽ നിന്ന് അഡ്വൈസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങളും കരുതുന്നുണ്ട്, അതുപോലെ തന്നെ അവരും നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവർ പലപ്പോഴും അത്തരത്തിലൊരു ഇമ്പോർട്ടൻസ് തരാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അവർക്ക് ഒരു
പോസിറ്റീവായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവര് ആ ഒരു കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു. അതിനുശേഷം അവര് നിങ്ങളെ അവഗണിച്ചു പോയി എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അത് നിങ്ങൾക്ക് ഒത്തിരി വേദനകളൊക്കെ തന്നിട്ടുണ്ടാകാം. അപ്പൊ സന്തോഷകരമായ കാര്യങ്ങൾ വളരെ കുറച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. പല സമയങ്ങളിൽ താൻ ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു പോകാനോ ഓൺ ചെയ്തു പോകാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഇതിൽ തന്നെ തുടരുന്നു. അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ഇത് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഓൺ ചെയ്തു പോകാനായിട്ട് കഴിയാത്തത്. ഓക്കെ, അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ വ്യക്തി തനിക്ക് തരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നുമുണ്ട്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരോടുള്ള ഒരു സ്നേഹം ഈ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാനായിട്ട്, മായ്ച്ചു കളയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള ഒരു സ്നേഹം ഒട്ടും കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികമായിട്ട് ഒരു സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വീണ്ടും വീണ്ടും മെയിൻറ്റെയിൻസ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളാണ് കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്കൊരു വഴികാട്ടിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു വൈഫ് ആൻഡ് ഹസ്ബൻഡിന്റെ ഇത് എടുക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വൈഫ് ആണെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്തൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മിണ്ടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ എനർജീസ് കിട്ടുന്നുണ്ട്. വളരെയധികം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കം മുതൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ചേരേണ്ടുന്ന വ്യക്തികൾ തന്നെയല്ലേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എനിക്ക് ചേരേണ്ടുന്ന അല്ലെങ്കിൽ എനിക്കായിട്ട് വിധിച്ചിട്ടുള്ള ആൾ തന്നെയല്ലേ, അതുകൊണ്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തൊരു പ്രശ്നം, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതിനൊരു മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റം. എന്ത് കാര്യത്തിലാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തടസ്സമാണോ നിങ്ങളുടെ മുന്നിൽ ഉള്ളത്, ആ ഒരു കാര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർക്കൊരു മെന്റൽ ബ്ലോക്കിംഗ് ഉണ്ടെങ്കിൽ അത് മാറുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ഫീൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അങ്ങ് മാറിപ്പോകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങളാണ് ആ ഒരു അവരുടെ ലോകം, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒത്തിരി നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടായിരുന്നു, ഭയങ്കര ഇതിൽ നല്ല സ്നേഹത്തിൽ പോയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഇവർക്ക് വളരെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ് ഇനി വരാനായിട്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനും അതുപോലെ തന്നെ സോൾമേറ്റ് കണക്ഷനും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി പ്രതീക്ഷകൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് വരും. അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു സംതിങ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഫീൽ കൊടുക്കുന്ന ഒരാളാണ് എന്നവർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ ഈ ഒരു എതിർപ്പുകളൊക്കെ ധാരാളം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു എതിർപ്പുകളെല്ലാം എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഈ വ്യക്തിക്ക്, ഒരു കറേജ്, സ്ട്രെങ്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള എനർജീസ് കിട്ടുന്നുണ്ട്. ആ ഒരു എതിർപ്പുകളെല്ലാം മറികടന്ന് ഒരു വിക്ടറി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തി കളയരുത്, ഇവരെ അങ്ങനെ വിട്ട് കളഞ്ഞാൽ ശരിയാകില്ല, വിട്ട് കളയരുത്, എനിക്ക് വേണ്ടിയുള്ള ഒരു പേഴ്സൺ ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം
നിങ്ങൾക്ക് തന്നെ തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കുറെ നാളായിട്ട് ഇതിങ്ങനെ കിടക്കുന്ന, ഇത് ഇങ്ങനെയൊക്കെ പോവുള്ളൂ എന്നൊരു രീതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് നിങ്ങളുടെ പേഴ്സണിന് ഉണ്ടാകും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളോടുള്ള യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഓവറായിട്ട് സങ്കടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാനത് എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് ആളുകൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്റെ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുകയും അതുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. കാരണം ഇത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അയ്യോ ഇതാണ് ലൈഫിൽ ഏറ്റവും അവസാനത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാതെ ഇതൊക്കെ എന്തിരിക്കുന്നു, ഇനിയും വരാനിരിക്കുമല്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അയ്യോ ഈ ഒരു പ്രശ്നത്തോടു കൂടി ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാകാതെ, ഇതിൽ എത്രയോ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എന്നിട്ടും ഇത് ചുറ്റിത്തിരിഞ്ഞോ ഇറങ്ങി എൻ്റെ അടുത്ത് തന്നെ വന്നില്ലേ, അപ്പൊ ഇത് അങ്ങനെ തന്നെ വരും എന്നുള്ള രീതിയിൽ ഒരു ലൈറ്റ് ആൻഡ് കൂൾ ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ തേർഡ് പാർട്ടി പ്രോബ്ലംസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തേർഡ് പാർട്ടി അയ്യോ എൻ്റെ പേഴ്സണെ തേർഡ് പാർട്ടിയുടെ കൂടെ അവിടെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടി ഇങ്ങനെ ആ ഒരു പേഴ്സണെയും തേർഡ് പാർട്ടിനെയും തമ്മിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെയധികം കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പോൾ അവിടെ ഒരു കണക്ഷൻ അവർ തമ്മിൽ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കാര്യമേ മറന്നേക്കുക. ഓക്കെ. നിങ്ങളുടേതായ ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ ഓവറായിട്ട് സങ്കടപ്പെടാതെ, ഓവറായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലേക്ക് സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. തേർഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക, ഫ്രീ ആയിട്ട് വിടുക. എന്തായാലും ഈ ഒരു പേഴ്സൺ എങ്ങനെ പറഞ്ഞു തിരിഞ്ഞാലും നിങ്ങളിൽ വന്ന് തന്നെ നിൽക്കേണ്ട ഒരു പേഴ്സൺ തന്നെയാണ് എന്നുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിന് ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇത്രയും നാളും ഈ ഒരു സമയം വരെയും എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. കാരണം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്ട് എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ചാനൽ ക്രിയേറ്റ് ചെയ്തിടാം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ചാനലിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ ലോങ് വീഡിയോസ് കാണാനായിട്ട് താല്പര്യമില്ല എങ്കിലും പക്ഷെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് അറിയണം, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കുറച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഓരോരോ ക്വസ്റ്റ്യനുകളും ആൻസറുകളും ഒക്കെ നൽകാനായിട്ട് അതിനുള്ള റീഡിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഒത്തിരി ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ടെക്നിക്കുകളുണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാനിഫെസ്റ്റേഷൻ വീഡിയോസ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ അതിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമുക്ക് ഒരുമിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഓരോ ദിവസവും അതിൻ്റെതായ ടെക്നിക്കലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഓക്കെ. നമുക്കപ്പോൾ ക്ലൂസ് നോക്കാം. എബ്രോഡ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്പർ 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജാനുവരി മന്ത്, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. മാർച്ച് മന്ത് കിട്ടുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റ്. കൈൻഡ്നസ്. ഓക്കെ. ഒത്തിരി ദയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എൻകറേജസ് യു. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ്. ഓക്കെ. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 23 കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 56 കിട്ടുന്നുണ്ട്. നമ്പർ 13. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെഡ് കളർ. ഓക്കെ.
അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് കിട്ടുന്നുണ്ട്. ഗാർഡനിങ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, സെൻസിറ്റീവ്, ഓഗസ്റ്റ് മന്ത് ഒരു പോസിബിലിറ്റി ആണ്. 2 weeks വീണ്ടും ഒരു പോസിബിലിറ്റി കിട്ടുന്നു. ഓറഞ്ച് കളർ, നമ്പർ 43, റൈഡിങ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ബ്രൗൺ കളർ, വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ അധികമായിട്ട് കാണുന്നുണ്ടാകാമെന്ന് വിചാരിക്കുകയാണ്. ലെറ്റർ എൻ, നമ്പർ 21, ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളാണ്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. നമ്പർ 26, നമ്പർ 1, കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകളാകാമെന്ന് വിചാരിക്കുന്നു. 1991, 1985, ലെറ്റർ ഐ, ലോയർ, ഫോട്ടോഗ്രാഫി, മെസ്സി ഹെയർ സ്റ്റൈൽ. 1983, letter G, number 35, 2004, honest, number 25, 1980, letter V, letter F. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് വഴി രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ടാണെങ്കിൽ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.